വേനൽക്കാലാണെങ്കിലും തണുപ്പ് കാലാണെങ്കിലും ഒക്കെ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന ഒരു തീരാത്ത പ്രശ്നമാണ് താരൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തെല്ലാം ട്രൈ ചെയ്താലും താരൻ ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിക്കും ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്താണ് താരൻ വരുന്നതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലാതെ നമുക്ക് ചില കാലാവസ്ഥ മാറുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സ്കാൾപ്പ് ഭയങ്കര ഡ്രൈ ആവുന്നത് കൊണ്ടോ എക്സ്ട്രാ ഓയിലി ആവുന്നത് കൊണ്ടോ ഒക്കെ ഇങ്ങനെ താരൻ വരുമല്ലോ. നമ്മൾ എന്തെങ്കിലും ചെറിയ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴേക്കും അത് പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് റെമഡീസ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഡാൻഡ്രഫ് അകറ്റാനായിട്ട് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ആ നാച്ചുറൽ റെമഡീസ് എന്നൊന്ന് നോക്കാം. ആദ്യത്തെ റെമഡി എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവയില്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും അല്ലേ? എല്ലാ വീട്ടിലും ഉലുവ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉലുവയിൽ ആമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശിരോചർമ്മത്തിൽ അപ്ലൈ ചെയ്യുന്നത് വഴി മുടി വളർച്ചയ്ക്ക് താരൻ അകറ്റാൻ ഒക്കെ നല്ലതാണ് ഉലുവ. നമ്മളിപ്പോൾ ഉലുവ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലേദിവസം രാത്രിയിൽ ഉലുവ ഒരല്പം വെള്ളത്തിലിട്ട് വെക്കുക, നന്നായിട്ട് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഈ വെള്ളത്തോട് കൂടി തന്നെ ഉലുവ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി മിക്സിയിലിട്ട് എടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളം കൂടെ ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറിൽ താഴെ വെക്കുക. നന്നായിട്ട് ഡ്രൈ ആയി കഴിയുന്നവരെ വെച്ചാൽ മതി. അതിനുശേഷം നന്നായിട്ട് മുടി ഉരച്ച്, അതായത് നമ്മുടെ തലയോട്ടി നന്നായിട്ട് മസാജ് ചെയ്ത് ഇത് കഴുകി മാറ്റാം. താരൻ അകറ്റാനും മുടി വളരാനും നല്ല ഒരു റെമഡി തന്നെയാണ് ഉലുവ. ഇനി താരൻ അകറ്റാനും തലമുടിയിലെ ചൊറിച്ചിലകറ്റാനും ഒക്കെ സഹായിക്കുന്ന മറ്റൊന്നാണ് ആലോവേര ജെല്ല്. നമ്മുടെ വീട്ടിലെടുക്കാൻ കിട്ടുന്ന കറ്റാർവാഴയില്ലേ, അത് പറിച്ചെടുത്ത് അതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് ആ ജെല്ല് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനകത്തേക്ക് ഒരു മുട്ടയുടെ വെള്ള പൊട്ടിച്ച് ഒഴിക്കുക. അതുപോലെ തന്നെ നെല്ലിക്ക ചേർക്കാം. നെല്ലിക്ക ചേർത്ത് ഡയറക്റ്റ് പച്ചക്ക് ചേർക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് നെല്ലിക്ക പൊടി കിട്ടും ഹെയറിന് വേണ്ടിയിട്ട്, ഹെയർ മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇതും കൂടെ ചേർത്ത് അരച്ച് പേസ്റ്റ് ആക്കി നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞിട്ട് അത് റിമൂവ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ പറയുന്ന ഏത് റെമഡീസ് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹെയറിന് അത് സ്യൂട്ട് ആവുന്നുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക കേട്ടോ. അതായത് ചിലപ്പോൾ ചില ആളുകൾക്ക് ചില ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിരിക്കില്ല. ഒരാളുടെ ഹെയറിൽ വർക്ക് ആയത് അടുത്തയാളുടെ ഹെയറിൽ വർക്ക് ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കിത് കൊണ്ട് യാതൊരുവിധ ദോഷങ്ങളും ഇല്ല എന്നുള്ളത് സ്വയം ഉറപ്പ് വരുത്തുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിന്റെ സജഷനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ സജഷനോ തേടാവുന്നതാണ്. എന്നിട്ട് മാത്രം യൂസ് ചെയ്യുക. ഈ കറ്റാർവാഴയുടെ ഈ ഒരു പാക്ക് 45 മിനിറ്റിൽ താഴെ, അതായത് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ വെച്ചിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകി മാറ്റാവുന്നതാണ്. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണയോ ചെയ്യാവുന്നതാണ്. ഡാൻഡ്രഫ് ഒരു 2 തവണ യൂസ് ചെയ്യുമ്പോഴേക്കും പോവേണ്ടതാണ്. ഇനി നമ്മുടെ മുടി നല്ല ഹൈഡ്രേറ്റഡ് ആക്കണം. ഇതൊക്കെ നമ്മുടെ മുടിക്ക് കുറച്ചുകൂടെ ഡ്രൈ ആക്കുകയാണ്. കുറച്ച് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കി വെച്ചിട്ട് തന്നെ നമ്മുടെ മുടി ഒന്ന് സെറ്റ് ആക്കണം അല്ലെങ്കിൽ ഡാൻഡ്രഫ് അകറ്റണം എന്നാണെങ്കിൽ ഒരു നല്ല പഴുത്ത പഴം എടുക്കുക. അത് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതിലേക്ക്, അതായത് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കുക. അതിലേക്ക് ഒലീവ് ഓയിൽ കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ആക്കുക. എന്നിട്ട് ഒരു സ്പൂൺ നല്ല തൈരും കൂടെ ചേർക്കുക. എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് തലയോട്ടിയിലും മുടിയിലും ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. ഡാൻഡ്രഫ് അകറ്റാനും മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിരിക്കാനും വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു നല്ല റെമഡിയാണ്. ഒരു സ്പൂൺ തൈര്, 6-7 കറിവേപ്പിലയുടെ ഇല, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഇത് തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുക. ഈ ഇഞ്ചി തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുകച്ചിൽ വരുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം തൈരും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുറച്ച് ഇഞ്ചി എടുക്കാവുള്ളൂ. ഒരുപാട് ഇഞ്ചി എടുത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുകഞ്ഞേക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പേടി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇത് സ്കിപ്പ് ചെയ്തിട്ട് വേറെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും തേച്ചിട്ട് നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് കഴുകി മാറ്റുന്നതും ഡാൻഡ്രഫ് അകറ്റും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് താരൻ അകറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ വെളിച്ചെണ്ണയിൽ ഒരല്പം നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചിട്ട് അത് തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുന്നത് ഡാൻഡ്രഫ് അകറ്റാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മൾ എത്ര റെമഡീസ് യൂസ് ചെയ്താലും മാത്രമല്ല, നമ്മൾ ഹെയർ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലും കൂടി ഉണ്ട്. കൃത്യമായിട്ട് ഹെയർ വാഷ് ചെയ്യുക, കൃത്യമായ ഇടവേളകളിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാംപൂ യൂസ് ചെയ്യുക. മൈൽഡായിട്ടുള്ള ഷാംപൂ ആയിരിക്കണം. അതിനുശേഷം കണ്ടീഷണർ ചെയ്യുക. മാസത്തിൽ 1 അല്ലെങ്കിൽ 2 തവണ ഒരു മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുക. ഉണങ്ങിയതിനു ശേഷം മാത്രം മുടി കെട്ടിവെക്കുക.
അതുപോലെ മുടി നന്നായിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ മുടിയിൽ കുറയ്ക്കുക, അതുപോലെ ഓരോ സീസൺ അനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ മാറ്റുക, മുടി കെയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഡാൻഡ്രഫ് വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഡാൻഡ്രഫ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക, അതിനുശേഷം ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സുകളൂടെ ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ സഹായം കൂടെ തേടാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റെമഡീസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നവയാണ് ഇതൊക്കെ. നിങ്ങൾക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ ടിപ്സുകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.